ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലെ പ്രധാന ശുശ്രൂഷയിലേക്ക്, വചന സന്ദേശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം, അതിൻ്റെ സമൃദ്ധിയിൽ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈശോ തുറന്നൊഴുക്കുന്ന സമയമാണ് വരുന്ന മണിക്കൂർ. ഈ സെക്ഷനിൽ നമ്മളെ സഹായിക്കുവാൻ ഈശോ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ സന്തോഷ് ടിയാണ്. കഴിഞ്ഞ അനേക വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അതീവ താല്പര്യത്തോടുകൂടി ലോകം മുഴുവൻ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ക്രിസ്ത്യൻ ശുശ്രൂഷകളോട് ചേർന്ന് നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്കൊക്കെ ആരംഭം കുറിക്കുവാനും സഹായിക്കുവാനും ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായ രീതിയിൽ ബ്രദറിൻ്റെ ശുശ്രൂഷകളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ലോകം മുഴുവൻ കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള ഒരു ഈറ്റുനോവിൻ്റെ കാലഘട്ടങ്ങളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ, ലോകം മുഴുവൻ വചനത്തിലൂടെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബ്രദറിനെ ശക്തമായ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് നിറഞ്ഞ സ്നേഹത്തോടെ, ഹൃദയം തുറന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ നമുക്ക് ഏറ്റുവാങ്ങാം. ഈശോ നമ്മളിലൂടെ നമുക്ക് വേണ്ടി ഈ സഹോദരനോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെ നമുക്ക് ഹൃദയപൂർവ്വം പങ്കെടുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനം കേൾക്കുവാൻ ഒരുങ്ങാം. പറഞ്ഞു തരുന്ന പ്രാർത്ഥന നിങ്ങൾ എവിടെയാണെങ്കിലും എന്നോടൊപ്പം ചേർന്ന് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ വചനത്തിന്റെ പുതിയ അഭിഷേകത്തിനായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും എല്ലാ വാതിലുകളെയും തുറന്നിട്ട് കാത്തിരിക്കുന്നു. പരിശുദ്ധാത്മാവേ, വചനാഭിഷേകം നൽകി എന്നെയും എന്റെ കുടുംബത്തെയും ഞാനായിരിക്കുന്ന സമൂഹത്തെയും അനുഗ്രഹിക്കണമേ. പുതിയ അഭിഷേകത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ജീവിതത്തിൽ വളരെയധികം വേദനയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. കാരണം ദേശം മുഴുവൻ പകർച്ചവ്യാധി വന്നിരിക്കുന്നു. നമുക്ക് പലപ്പോഴും വളരെയധികം ഭയമുണ്ട്, പ്രയാസമുണ്ട്. ഓരോ ദുഃഖങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്നിതാണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് എന്ന് സംഭവിക്കും ചോദിച്ചാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ധാരാളം വ്യക്തികളെ കണ്ടെത്തും, പലരെയും കുറ്റം പിടിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് ഇന്ന് ഈ രാത്രിയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, നിൻ്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ നീ ചോദിക്കേണ്ടത് എന്തുകൊണ്ടെന്നല്ല, എന്തിനു വേണ്ടി ദൈവം ഇത് അനുവദിക്കുന്നു. ഇവിടെ ഇപ്രകാരം ഈ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ കാരണം എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. എനിക്ക് 4 മക്കളെ ദൈവം ദാനമായി നൽകി. 4 പെൺകുട്ടികളാണ്. 4ാമത്തെ കുട്ടി ഒരു സ്പെഷ്യൽ കുട്ടിയായിട്ടാണ് ജനിച്ചത്. അവളുടെ പേര് മലേക ട്രീസ എന്നാണ്. അവളെ ലഭിച്ചപ്പോൾ ഞാനൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം അത് വളരെയധികം വിഷമത്തിന് കാരണമായി. ഞാൻ പെട്ടെന്ന് ചുറ്റുപാടുകളിലേക്ക് നോക്കി. എൻ്റെ സ്നേഹിതരുടെ കുട്ടികൾ ആരും അങ്ങനെയില്ല, എൻ്റെ കുട്ടി മാത്രം ഇങ്ങനെ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എൻ്റെ ദൈവത്തോട്, ദൈവമേ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? എന്തുകൊണ്ട്? അപ്പോൾ ഞാനതും എൻ്റെ കുട്ടിയുമായിട്ട് പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പോഴെല്ലാം എൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, എൻ്റെ കുട്ടി മലേക ട്രീസ ഇപ്രകാരമായി തീരാനായിട്ട് എന്താണ് കാരണം? എൻ്റെ പൂർവികരുടെ ശാപമാണോ, അതോ എൻ്റെ എന്തെങ്കിലും തെറ്റിൻ്റെ ഫലമാണോ, അതോ ആന്തരിക സൗഖ്യമാണോ, അതുപോലെ പിശാചുബാധയാണോ? ധാരാളം ചോദ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ ചോദ്യവുമായിട്ട് ഞാൻ ഉത്തരം തേടി അലഞ്ഞു. എനിക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പോഴും ഉള്ളിൽ ഇങ്ങനെ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാനത് സമർപ്പിച്ചു. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന് എന്തോ കാര്യം എന്നോട് സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ,
ഞാനതെൻ്റെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം വരാൻ തുടങ്ങി. എന്തിനു വേണ്ടി ദൈവം ഇത് അനുവദിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് ലഭിച്ചു. മറ്റൊന്നുമല്ല, ആ സമയത്ത് ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം എനിക്ക് ലഭിച്ചു. കർത്താവ് തന്ന ദാനമായിട്ട്, നിനക്ക് സംഭവിച്ചതല്ല സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകട്ടെ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ 4-ാമത്തെ കുട്ടി ഇപ്രകാരം വന്നതിന് കാരണം മറ്റൊന്നുമല്ല, സുവിശേഷത്തിന് വേണ്ടിയാണ്. ഇവിടെ എൻ്റെ ചിന്തയിൽ മാറ്റം വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നല്ല ബുദ്ധിയും കഴിവുമുള്ള നല്ല കുട്ടികളെയാണ് സാറ് ധ്യാനിപ്പിക്കുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികളെക്കുറിച്ച് യാതൊരു ചിന്തയും ആ സമയത്ത് എൻ്റെ മനസ്സിലില്ലായിരുന്നു. എന്നാൽ എൻ്റെ കുട്ടിയെക്കുറിച്ചുള്ള സുവിശേഷത്തിൻ്റെ പുരോഗതി കാരണമാണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ഒരു ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി കൃപയുടെ മുകുളങ്ങൾ ഗ്രേസ് ബഡ്സ് എന്നൊരു മിനിസ്ട്രിക്ക് തുടക്കമായി തീർന്നു. ഞാനിത് നിങ്ങൾ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നന്മയായാലും തിന്മയായാലും സംഭവിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമാകട്ടെ എന്ന്. റോമാലേഖനം 8:28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായിട്ട് പരിണമിപ്പിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മുമ്പിലുള്ള ഏത് പ്രശ്നങ്ങളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ നൈറ്റ് വിജിൽ പലത് കൂടിയിട്ട് മാറ്റപ്പെടാം, അല്ലെങ്കിൽ മാറ്റാനാവാത്ത ഒരു ബുദ്ധിമുട്ടായിരിക്കാം, രോഗമായിരിക്കാം. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിന് അതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കുമ്പോൾ നമ്മൾ ആരും ചോദിക്കാറില്ല, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു. ഞാൻ ഓർക്കുന്നു, ലോകപ്രസിദ്ധനായ ഒരു ടെന്നീസ് കളിക്കാരൻ, അദ്ദേഹം വിംബിൾഡൺ കരസ്ഥമാക്കി ലോകത്തിൽ ഉന്നതമായ നിലയിൽ എത്തിച്ചേർന്ന അവസരത്തിൽ അതിനുശേഷം അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് ക്യാൻസറിൻ്റെ അസുഖം വന്നു. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് വന്ന് പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് എന്തുകൊണ്ടാണ് ക്യാൻസർ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി വർഷങ്ങൾക്ക് മുമ്പ് ഷാലോം മാസികയിൽ കൊടുത്തിട്ടുണ്ട്. മറുപടി ഇതായിരുന്നു, എന്നെപ്പോലെ കളിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തുണ്ട്. ആ കളിയുടെ സമയത്ത് എനിക്ക് വിംബിൾഡണിൽ 1-ാം സ്ഥാനം നേടാൻ സാധിച്ചു. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല, ദൈവമേ എന്തുകൊണ്ടാണ് എന്നെ ഈ കളിയിൽ 1-ാം സ്ഥാനം കിട്ടാനായിട്ട് എനിക്കെന്ത് യോഗ്യത ഞാൻ ചോദിച്ചില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നുവെന്നും ഞാൻ ചോദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നന്മ സംഭവിക്കുമ്പോഴും തിന്മയായിട്ട് അനുഭവപ്പെടുമ്പോഴും നമ്മൾ ഭയപ്പെട്ട് പിൻവാങ്ങുകയല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ അനേകരെ കുറ്റപ്പെടുത്തും. നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെ, മക്കളെ കുറ്റപ്പെടുത്താം, പൂർവികരെ കുറ്റപ്പെടുത്താം. എന്നാൽ എന്തിനു വേണ്ടി എന്ന് നീ ചോദിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും. റോമ 5:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെടുമ്പോൾ നമുക്ക് പ്രത്യാശ നിർഭരമായ ജീവൻ നയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പകർച്ചവ്യാധിയാൽ ബുദ്ധിമുട്ടുമ്പോഴും അവിടെ പ്രത്യാശയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം ഏതൊരു മനുഷ്യനെയും അനുഗ്രഹിക്കുമ്പോഴും ഏതൊരു മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോഴും അവനെ വ്യക്തിപരമായ അനുഭവത്തിലേക്ക് നയിക്കുമ്പോഴും ഒരു സത്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അവിടം കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി തീരുന്നില്ല. അതിന് ശേഷം ഒരു പ്രവൃത്തിയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം അതിലെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം ഇതാണ്. പത്രോസും കൂട്ടുകാരും ഒരുമിച്ച് രാവും പകലും മീൻ പിടിക്കും, അല്ലെങ്കിൽ രാത്രി മുഴുവൻ മീൻ പിടിക്കും, ഒന്നും കിട്ടാതിരിക്കും. അങ്ങനെ നിരാശപ്പെട്ട് വേദനിച്ചിരിക്കുമ്പോഴാണ് അവർ വിളിക്കാതെ അവരുടെ അടുക്കലേക്ക് സർവശക്തനായ യേശു കടന്നു വരുന്നു. യേശു കടന്നു വരുമ്പോൾ വാസ്തവത്തിൽ അവർക്കറിയത്തില്ല യേശുവാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്, ദൈവപുത്രനാണെന്നൊന്നും അവർക്കറിയത്തില്ല. ആ യേശു വന്നു അവരോട് വള്ളം ചോദിച്ചു, അവർ വള്ളം കൊടുത്തു.
യേശു വചനം പ്രഘോഷിക്കുന്നു. വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു വീണ്ടും വലയിറക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർ വലയിറക്കിയപ്പോൾ സമൃദ്ധമായിട്ടും അവർക്ക് മത്സ്യം ലഭിച്ചു. അപ്പോൾ പത്രോസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണം. അപ്പോൾ ഈശോ അദ്ദേഹത്തെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഇവിടെ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവസാന വാക്യം, വള്ളവും വലയും ഉപേക്ഷിച്ച് അവൻ യേശുവിനെ അനുഗമിച്ചു. ഇവിടെ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന കാര്യമുണ്ട്, പത്രോസ് യേശുവിനെ വള്ളത്തിലേക്ക് വിളിച്ചു കയറ്റിയല്ല, മറിച്ച് യേശു അവൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവൻ ആവശ്യപ്പെടാതെ തന്നെ അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇവിടെ ആ അത്ഭുതം സ്വീകരിച്ചപ്പോൾ പത്രോസിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ആ മീനുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തി വീട്ടിൽ പോയി സന്തോഷത്തോടെ ഇരിക്കാൻ. പക്ഷേ പത്രോസ് ചെയ്തൊരു കാര്യമുണ്ട്, അദ്ദേഹം യേശുവിൻ്റെ കൈകളിലേക്കല്ല നോക്കിയത്, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു പാപിയായ എൻ്റെ വള്ളത്തിൽ യേശു വരുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. അത്ഭുതം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയത് യേശുവിൻ്റെ മുഖത്തേക്ക്. എന്തിനു വേണ്ടിയാണ് എൻ്റെ ദൈവം എനിക്ക് ഈ അത്ഭുതം ചെയ്തു തന്നത്? അവൻ മുഖത്തേക്ക് നോക്കിയപ്പോൾ സത്യം തിരിച്ചറിഞ്ഞു, വള്ളവും വലയും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഓരോ നൈറ്റ് വിജിലും ദൈവം ധാരാളം അനുഭവം നമുക്ക് നടത്തി തരുന്നുണ്ട്. കടഭാരം മാറുന്നുണ്ട്, സമ്പത്ത് നൽകുന്നുണ്ട്, ബിസിനസ്സിൽ അഭിവൃദ്ധി തരുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ നോക്കുന്നത് യേശുവിൻ്റെ കൈകളിലേക്കാണ്. യേശുവിൻ്റെ കയ്യിൽ ഈ ആദ്യ വെള്ളിയാഴ്ച എനിക്കതിനു വേണ്ടിയുള്ള ഏത് അനുഗ്രഹമായിരിക്കുന്നത്. ഇതിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ ഈശോ ഇന്ന് പറയുന്നതാണ്, എൻ്റെ കൈകളിലേക്കല്ല നോക്കേണ്ടത്, നീ എൻ്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. അതെ, നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ അത്ഭുതത്തിന് എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതം ദൈവം എനിക്ക് ചെയ്തു തന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അതിപ്രകാരം ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ, ജീവിതം ക്രമപ്പെടുത്താൻ തയ്യാറാക്കുമ്പോൾ ദൈവം നമ്മളെ പിന്നീടുള്ള സമയങ്ങളിലും കൈപിടിച്ച് നയിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തരും. ഞാൻ അവർക്കൊന്ന് ഒരു വലിയ ബിസിനസ്സുകാരൻ, ഇന്ന് വലിയ ഉന്നതമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന ആളാണ്. അദ്ദേഹം ഇപ്രകാരം അനുഭവം പറഞ്ഞു. അദ്ദേഹം വെറും ഒരു സാധാരണ വ്യക്തിയായിട്ടാണ് ഗൾഫിലേക്ക് പോയത്, വെറും ലേബർ വിസയിൽ. എന്നാൽ ദൈവത്തിനെ കണ്ടുമുട്ടി, ദൈവത്തിന് അനുഗ്രഹം ലഭിച്ചപ്പോൾ വലിയൊരു ബിസിനസ് വളർത്തിയെടുക്കാൻ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാനിവിടെ വന്നത് വെറും ഒരു ലേബർ വിസയിലാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ എത്രയും ഉന്നതനായ വ്യക്തിയായിരിക്കുന്നു, എന്തിനു വേണ്ടിയാണ് ദൈവമേ ഇത് അനുവദിച്ചത്? അപ്പോൾ ദൈവം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്ത്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചത് സുവിശേഷ വേലയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ ഇന്ന് ആ മനുഷ്യൻ ബിസിനസ് ചെയ്യുന്നു, സുവിശേഷ വേലയ്ക്കായിട്ട് തൻ്റെ സമ്പത്ത് പങ്കുവെച്ച് അനേക ശുശ്രൂഷകളെ താങ്ങി നടത്തുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തെ അനുഗ്രഹം സ്വന്തമാക്കുന്ന നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ദൈവമേ, എന്തിനു വേണ്ടിയാണ് ഈ കടഭാരത്തിൽ നിന്ന് നീ എന്നെ വിമോചിപ്പിച്ചിരിക്കുന്നത്? അപ്പോൾ ദൈവം കൃത്യമായിട്ട് പറഞ്ഞു തരും, പ്രിയപ്പെട്ടവരെ, നീ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ച്. അപ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യുമ്പോഴാണ് നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ സമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. അവളും ഈശോയെ അന്വേഷിച്ച് പോകുന്നില്ല, ഈശോ ആരെന്നറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ യേശു അവളുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അവൾക്ക് വ്യക്തിപരമായി ദൈവത്തിൻ്റെ സ്നേഹ അനുഭവം പകർന്നു കൊടുക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒരു കുഞ്ഞ് കൗൺസിലിങ്ങിലൂടെ ദൈവം അവളുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൾക്ക് ക്രിസ്തു ആരാന്ന് അവൾ തിരിച്ചറിയുന്നു. നമ്മളെ ബൈബിൾ ഭാഗം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവൾ നിലവിളിക്കുകയോ പ്രാർത്ഥിക്കുകയോ കരയുകയോ ഒന്നും ചെയ്യുന്നില്ല. മറിച്ച് യേശു സ്നേഹത്തോടെ അവളെ ഒന്ന് തൊടുന്നു, അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. ഇവിടെ അതിൻ്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് എടുക്കുവാൻ കാണാൻ സാധിക്കും, അവൾ വില്ലേജിലേക്ക് ചെല്ലുന്നു. ആ ദേശത്തുള്ള സകല ഗ്രാമവാസികളെയും കൂട്ടിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അവിടെയും നമ്മൾ സത്യം തിരിച്ചറിയേണ്ടത്, അവൾ യേശുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് മാത്രമല്ല നോക്കിയത്, തന്നെ വ്യക്തിപരമായി അറിഞ്ഞ് സ്നേഹിച്ച്
പാപിയായി എന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്തെ ദാഹം മനസ്സിലാക്കിയപ്പോൾ അവൾ ചെയ്തൊരു കാര്യമാണ്, തൻ്റെ ദേശത്തുള്ള സകലരെയും അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവരെ കൂട്ടിക്കൊണ്ടുവരുവാൻ യേശു പറയുന്നില്ല. എന്തുകൊണ്ട് അവൾ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കേ ഉള്ളൂ. അവൾ യേശുവിൻ്റെ കരങ്ങളിലേക്കല്ല നോക്കിയത്, അവൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവൾക്ക് സത്യം മനസ്സിലായി. തന്നെ അടുക്കൽ വന്ന് തൻ്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ ചോദിച്ച ഇവൻ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് അവനൊരു ദാഹമുണ്ട്, ആത്മാക്കൾക്ക് വേണ്ടി ദാഹമാണ്. ആ ദാഹം അവനിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ പോയി അവൻ പോലും അറിയാതെ, അവൻ പോലും അല്ലെങ്കിൽ യേശു ആവശ്യപ്പെടാതെ തന്നെ നേരെ വന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ വചന ശുശ്രൂഷയിലൂടെ, ഷാലോമിൻ്റെ നൈറ്റ് വിജിലൂടെ, വചനത്തിലൂടെ നിങ്ങളെ തേടി വരികയാണ്. വ്യക്തിപരമായി നിങ്ങൾക്ക് സ്നേഹ അനുഭവം തരികയാണ്. ആരാധനയിൽ നിങ്ങൾക്ക് സൗഖ്യം തരികയാണ്. പലപ്പോഴും നമുക്ക് ഈ കിട്ടുന്ന സൗഖ്യങ്ങളെല്ലാം നമ്മൾ സ്വന്തമായി സ്വീകരിക്കുന്നു, അടുത്ത ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന ഏതൊരു സൗഖ്യമാണെങ്കിലും സ്നേഹത്തിൻ്റെ സ്പർശനമാണെങ്കിലും അത് ആ സ്പർശനം കൊണ്ട് നിൽക്കുകയല്ല, അതിനപ്പുറം ദൈവം ആഗ്രഹിക്കുന്ന മറ്റെന്ത് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു ഒരു ടീച്ചറിൻ്റെ അനുഭവം. ആ ടീച്ചർ ഏകസ്ഥ ജീവിതമാണ്. ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയപ്പോൾ ഈശോയുടെ അനുഭവത്തിന് വേണ്ടി ദാഹിച്ചു. അങ്ങനെ ധ്യാനം കൂടി. ആ ധ്യാനം കൂടിയ അവസരത്തിൽ ടീച്ചർ പറഞ്ഞതാണ്, വ്യക്തിപരമായി ഒരു ഗോഡ് എക്സ്പീരിയൻസ്, ദൈവാനുഭവം ആ വ്യക്തിക്ക് ലഭിച്ചു. ആ ധ്യാനം കൂടി ദൈവാനുഭവം കിട്ടി തിരിച്ചുപോയി. ടീച്ചർ ചെയ്തൊരു കാര്യമുണ്ട്, മറ്റൊന്നുമല്ല, തൻ്റെ ആ സ്കൂളിൽ കുട്ടികൾ ധ്യാനം ക്രമീകരിക്കുന്നു. അതുമാത്രമല്ല, കുട്ടികളെ ബാച്ചായിട്ട് കൊണ്ടുവന്ന് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ കുട്ടികളുടെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചർ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? കാരണം മറ്റ് ടീച്ചർമാരൊന്നും ടീച്ചറിനെ സഹകരിക്കുന്നില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞതാണ്, ഞാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഈശോ എന്നെ തൊട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അനുഭവിച്ച സ്നേഹം, സൗഖ്യം, വിടുതൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അനുഭവിക്കണം. അതിനുവേണ്ടി തൻ്റെ സ്കൂളിലുള്ള സഹപാഠി അല്ലെങ്കിൽ മറ്റ് അധ്യാപകർ സഹകരിക്കാത്തപ്പോഴും ജീവിതത്തിൻ്റെ സമ്പത്തും പ്രാർത്ഥനയും വഴി ആ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് യേശു അനുഭവത്തിലേക്ക് നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരുപക്ഷെ ഏതെങ്കിലും ധ്യാനത്തിൽ വെച്ച് ദൈവാനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ പറയും, എനിക്ക് ആ ധ്യാനത്തിൽ വെച്ച് ദൈവാനുഭവം കിട്ടി. അടുത്തൊരു ചോദ്യമുണ്ട്, ആ ദൈവാനുഭവം എന്തിനു വേണ്ടിയാണ്? നിനക്ക് വ്യക്തിപരമായി ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിച്ചത്, അടയാളം ലഭിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ചോദിച്ചിട്ടില്ല. ഈ രാത്രി ചോദിക്കുമ്പോൾ ദൈവം കാണിച്ചു തരും. നിൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാനാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വീണ്ടും എടുക്കുമ്പോൾ മർക്കോസിന് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് പറയുന്നുണ്ട്. അവരവിടെ ആ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുമ്പോൾ ആ കുഷ്ഠരോഗി ഈശോയ്ക്ക് നന്ദി പറയുന്നു. അപ്പോൾ ആ കുഷ്ഠരോഗി ഈശോയോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ തൽക്ഷണം കുഷ്ഠം മാറി. എന്നിട്ട് ഈശോ പറയുകയാണ്, 44-ാമത്തെ വാക്യം പറയും, യേശു അവനെ ഇതിനെപ്പറ്റി 44, ഇതേപ്പറ്റി നീ ആരോടും ഒന്നും സംസാരിക്കരുത്, എന്നാൽ പോയി പുരോഹിതന് നിന്നെ കാണിച്ചു കൊടുക്കുക. ഒരു കുഷ്ഠരോഗിയെ യേശു എന്ത് ചെയ്തു? സുഖപ്പെടുത്തുന്നു. സുഖപ്പെടുത്തിയതിന് ശേഷം അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ യേശു പറഞ്ഞു, അല്ലയോ മകനെ, നീ പുരോഹിതന് നിനക്ക് കിട്ടിയ സൗഖ്യം കാണിച്ചു കൊടുക്കുക. വാസ്തവത്തിൽ നമുക്ക് ഈശോ പറയേണ്ട കാര്യമില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ സൗഖ്യം കിട്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയി നല്ലൊരു ഭർത്താവായിട്ട് ജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവൻ്റെ സൗഖ്യം എന്തിനു വേണ്ടിയാണെന്ന് വചനം പറയുന്നത്? ഇവൻ്റെ സൗഖ്യം ഇവൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ല, മറിച്ച് അത് കുടുംബം ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. മറിച്ച് പുരോഹിതനോട് പോയി പറയാമെന്നാണ് പറഞ്ഞത്. കാരണം ആ കാലഘട്ടങ്ങളിൽ ഒരു കുഷ്ഠരോഗി സമൂഹത്തിൽ നിന്ന്, ദേവാലയത്തിൽ നിന്ന് പുറത്ത് നിൽക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അവൻ്റെ പേര് ചാക്കോച്ചൻ എന്നാണെങ്കിൽ ചാക്കോച്ചൻ ഒരു പള്ളിയിൽ രജിസ്റ്ററിൽ കിടക്കുന്നതായിരിക്കാം. ചാക്കോച്ചൻ കുഷ്ഠരോഗിയാണ്, സഭയിൽ നിന്ന് അല്ലെങ്കിൽ
പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്, സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയോട് ഈശോ പറയാണ്, നീ പോയി ദേവാലയത്തിൽ പോയി നിൻ്റെ അച്ഛനോട് പറയുക, പുരോഹിതനോട് പറയുക. വാസ്തവത്തിൽ പുരോഹിതനോട് പറയുമ്പോൾ അദ്ദേഹം ലിസ്റ്റ് നോക്കുമ്പോൾ ചാക്കോച്ചൻ കുഷ്ഠരോഗിയാണ്. അപ്പോൾ അദ്ദേഹം പുരോഹിതൻ ചോദിക്കുകയാണ്, നിനക്കിതെങ്ങനെ സംഭവിച്ചു? അവൻ പറഞ്ഞു, യേശു എന്നെ തൊട്ടു, ഞാൻ സൗഖ്യം പ്രാപിച്ചു. അതെ, അന്നത്തെ സഭയുടെ നേതൃത്വത്തോടുള്ള ദൈവരാജ്യ പ്രവർത്തനമാണ് ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിലൂടെ ഈശോ പ്രകടമാക്കിയത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പല ധ്യാനങ്ങൾ കൂടുമ്പോൾ, വചനം കേൾക്കുമ്പോൾ ശാരീരികമായ സൗഖ്യം ദൈവം നമുക്ക് തരുന്നു. ഈ സൗഖ്യം എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആരും ചോദിക്കാറില്ല. നമ്മൾ രോഗം വരുമ്പോൾ ചോദിക്കുക ചോദ്യമാണ്, എന്തുകൊണ്ട്? അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ച് വചനം കേട്ട് സൗഖ്യം പ്രാപിക്കുന്നു. സൗഖ്യം പ്രാപിച്ചതിന് ശേഷം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ദൈവമേ, എന്തിനു വേണ്ടിയാണ് എന്നെ നീ ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുന്നത്? അപ്പോൾ ഈശോ പറയും, എന്താ, നീ ഇന്ന സമൂഹത്തിൽ എന്നെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയുള്ള അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയാണ് മകനെ നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഏതൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുമ്പോഴും ആ അനുഗ്രഹം നമ്മളിൽ തന്നെ നിന്ന് പോകരുത്. മറിച്ച് ഈ അനുഗ്രഹം മറ്റാർക്കോ ദൈവരാജ്യത്തിന് പങ്കുവെക്കുവാൻ, യേശുവിനെ കൊടുക്കാൻ വേണ്ടി ദൈവം ദാനമായി തരുന്നതാണ്. അതുകൊണ്ട് ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് സ്വീകരിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കരുത്. മറിച്ച് ചോദിക്കുക, ഈ സമാധാനം എന്തിനു വേണ്ടി? ഈ കുഞ്ഞെന്തിനു വേണ്ടി? എൻ്റെ കുട്ടിയെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ നേഴ്സിംഗ് പാസ്സാക്കി തന്നത്, ഡോക്ടറാക്കിയിരിക്കുക, എഞ്ചിനീയറാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയും, നിൻ്റെ കുട്ടിയെ ഇന്നൊരു ദൗത്യത്തിന് വേണ്ടിയാണ് ഞാൻ അവനെ പാസ്സാക്കിയിരിക്കുന്നത്. അതിലേക്ക് ആ കുട്ടിയെ തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതം ധന്യമായിട്ട് മാറാൻ സാധിക്കും. ഇന്ന് പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാത്തത് കൊണ്ട് നമ്മളിൽ പലപ്പോഴും ഉള്ളത് ആ സൗഖ്യം നമ്മളെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ നമ്മൾ സ്വാർത്ഥരായ, അല്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു, നമ്മുടെ അനുഗ്രഹം വഴി മറ്റുള്ളവർക്ക് അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കാതെ വരുന്നു. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിർത്തി ഭേദിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ബൈബിളിൽ തന്നെ മറ്റൊരു ഭാഗം നമ്മൾ എടുത്താൽ കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം അതിന് 9-ാം അധ്യായം 1 മുതൽ 20 വരെ വാക്യങ്ങൾ. അവിടെയാണ് സാവൂളിനെ ദൈവം എന്ത് ചെയ്യുന്നു, പൗലോസാക്കി മാറ്റുന്ന ദൈവാനുഭവം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, സഭയെയും സമൂഹത്തെയും എതിർക്കുന്നൊരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ സഭയെ പീഡിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ആ അല്ലെങ്കിൽ സഭ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹം സഭയെ, അന്നത്തെ ക്രിസ്തീയ വിശ്വാസികളെ എല്ലാവിധത്തിലും തിന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമായിട്ട് വരും സമയത്താണ് അദ്ദേഹം പോലും ആവശ്യപ്പെടാതെ ദൈവം നേരിട്ട് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ല, അനുഭവിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ദൈവം ചൂസ് ചെയ്ത് അദ്ദേഹത്തെ വിളിക്കുന്നു, ഒരു ദൈവാനുഭവം അദ്ദേഹത്തിന് പകർന്നു കൊടുക്കുന്നു. ആ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുന്നു. അതിനുശേഷം 3 ദിവസം ഉപവസിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവം അയച്ച ശിഷ്യനായ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തിൻ്റെ ശിരസിൽ കയ്യിൽ വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിറവ് ലഭിച്ചതോടുകൂടി അതിന് 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ അനുഭവം കിട്ടി ഏറെ താമസിക്കാതെ അദ്ദേഹം യേശുവിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് തുടങ്ങി. യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ശക്തമായ ദൈവാനുഭവം ലഭിക്കുന്നു സാവൂളിന്. അതിനുശേഷം അനുതാപം ലഭിക്കുന്നു. അനുതാപത്തിലൂടെ അദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ആ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിലുണ്ടായ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാകുന്നു. ശിരസിൽ കൈവച്ച് പരിശുദ്ധാൻ്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ ആ അഭിഷേകത്തോടൊപ്പം കണ്ണിൻ്റെ കാഴ്ചയും ശരിയാകുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, വിജാതിയർ അപ്പസ്തോലനായി മാറ്റപ്പെടാൻ തക്കവണ്ണം ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. ഈ ശക്തമായ ദൈവാനുഭവം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അയാളുടെ നല്ല നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് ജനത്തിൻ്റെ
ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ ശക്തമായ ദൈവാനുഭവം ദൈവം കൊടുത്തത്. ഓരോ ദൈവാനുഭവങ്ങളും ദൈവത്തിലേക്ക് നമ്മളെ നയിക്കണം. ഇന്ന് പലപ്പോഴും നമുക്ക് സാവൂളിന് കിട്ടിയതുപോലെ അനുഭവങ്ങൾ കിട്ടുന്നുണ്ട്. ധ്യാനഗുരുവായ വൈദികൻ അല്ലെങ്കിൽ ബ്രദർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സാവൂള് താഴെ വീണതുപോലെ നമ്മളും താഴെ വീഴുന്നു. ഇവിടെ ഈ താഴെ വീണ് എഴുന്നേൽക്കുന്ന വ്യക്തി വീണ്ടും ആഗ്രഹിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ധ്യാനഗുരുവിൻ്റെ അടുത്ത് പോകുന്നു, വീണ്ടും പ്രാർത്ഥിക്കുന്നു, വീണ്ടും താഴെ വീഴുന്നു. ഈ ദൈവാനുഭവം കിട്ടുന്ന വ്യക്തി ദൈവത്തോട് ചോദിക്കുന്നില്ല, ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ദൈവാനുഭവം തന്നത്? അങ്ങനെ ചോദിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവം സംസാരിക്കുന്നത്. നിന്നെ ഇങ്ങനെ ദൈവാനുഭവം തന്ന് വീണ് നീ എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ നിനക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിലൊരു ദൈവാനുഭൂതി ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദൈവം പറഞ്ഞു തരും, ഈ ദേശത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതാണ്. ഈ വിളി സ്വീകരിക്കാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൈകളിലേക്ക് നോക്കുന്നു. എന്തുണ്ട് അവൻ്റെ കയ്യിൽ. നമുക്കറിയാം, ഒരു വീട്ടിൽ അപ്പൻ ജോലി സ്ഥലത്തു നിന്ന് വരുമ്പോൾ കൊച്ചു കുട്ടികളാണ് അപ്പൻ്റെ കൈ നോക്കുന്നത്. കയ്യിലെന്തുണ്ട്, ഞങ്ങൾക്കൊരു മുട്ടായി ഉണ്ടോ, ബിസ്ക്കറ്റ് ഉണ്ടോ, ബേക്കറി പലഹാരമുണ്ടോ നോക്കുന്ന കൊച്ചു കുട്ടികളാണ്. എന്നാൽ അമ്മ നോക്കുന്നത് അപ്പൻ്റെ മുഖത്താണ്. ജോലി കഴിഞ്ഞവർ അപ്പന് കുട്ടികൾ പോലും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അമ്മ മുഖത്തേക്ക് നോക്കിയിട്ട് അപ്പൻ ആവശ്യപ്പെടാതെ അമ്മ ചായ എടുത്ത് കൊടുക്കുന്നു, സഹായം കൊടുക്കുന്നു. ഇവിടെ നമ്മളിപ്പോഴും വർഷങ്ങളായിട്ടും കൊച്ചു കുട്ടികളെ പോലെ എപ്പോഴെല്ലാം ആരാധനയ്ക്ക് വരുമ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴും എനിക്കെന്ത് കിട്ടും. ഞാൻ ചില ആൾക്കാരോട് പറയും, നൈറ്റ് വിജിൽ കൂടി പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അവർ ചോദിക്കും ചോദ്യമാണ്, അതിനകത്ത് കൂടിയാൽ എന്ത് കിട്ടും? പോട്ടയിൽ പോയാൽ എന്ത് കിട്ടും? സിഹ്യോനിൽ പോയാൽ എന്ത് കിട്ടും? അണക്കരയിൽ പോയാൽ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും വസ്തുക്കൾക്കല്ല നമ്മുടെ പ്രാധാന്യം, മറിച്ച് നമ്മൾ നോക്കേണ്ടത് അവൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കുന്ന വ്യക്തിക്ക് അവനെ മഹത്വപ്പെടുത്താതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഇവിടെ തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഒത്തിരിയേറെ വിഷമനുഭവിക്കുന്ന കുടുംബം, മകൻ്റെ കല്യാണം നടക്കുന്നില്ല, സമ്പത്ത് വേറെ ആളെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു കിട്ടിയിട്ടില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ, മകനെക്കുറിച്ചുള്ള വിഷമങ്ങളെ, അതോടൊപ്പം അപ്പന് കാഴ്ചയും നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന കുടുംബത്തിലേക്ക് അവർ പോലും പ്രതീക്ഷിക്കാൻ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റഫായേൽ മാലാഖയെ ദൈവം അയക്കുന്നു. ആ മാലാഖ വഴി ആ കുടുംബത്തിൽ ദൈവം ഇടപെടുന്നു. അവരുടെ മകൻ്റെ വിവാഹം നടത്തി കൊടുക്കുന്നു. നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കൈമറിഞ്ഞു പോയ സമ്പത്ത് തിരികെ ലഭിക്കുന്നു. അപ്പന് കാഴ്ചശക്തിയും ലഭിക്കുന്നു. ഈ അനുഗ്രഹമെല്ലാം ലഭിച്ചപ്പോൾ അതിനുശേഷം ദൈവം അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്. അതിൻ്റെ 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ദൈവം മാലാഖയിലൂടെ പറയുകയാണ്. 6-ാമത്തെ വാക്യം, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്ന ഉചിതമത്രേ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കാൻ പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കൊടുത്ത വിവാഹ തടസ്സം മാറി, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെട്ടു, അതോടൊപ്പം കാഴ്ചശക്തി നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടി, രോഗശാന്തി ലഭിച്ചു. കർത്താവ് പറയുന്നു, ഇത് ലഭിച്ചുകൊണ്ട് നീ വീട്ടിലിരിക്കുകയല്ല, മറിച്ച് നീ കർത്താവിനെ പ്രഘോഷിക്കുവിൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. വീണ്ടും 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. ഇവിടെ ഒരുപക്ഷെ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്, അനേക സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഈ നൈറ്റ് വിജിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നവർ ആരെ മഹത്വപ്പെടുത്തുന്നു? ഷാലോമിൽ വരുന്ന എഴുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും, ദൈവാനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കത്തെഴുതുന്നു. ദൈവം ഈ നൈറ്റ് വിജിലൂടെ ചെയ്ത ദൈവാനുഗ്രഹങ്ങളെ പ്രഘോഷിക്കുന്ന കത്തുകൾ കുറവാണ്. എവിടെ എടുത്താലും, ഏത് ധ്യാനഗ്രന്ഥത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന എടുത്താലും മധ്യസ്ഥ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്നുണ്ട്.
ആ പ്രാർത്ഥന കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെടുന്നത് പ്രഘോഷിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. ഇവിടെ മാലാഖ റഫായൽ മാലാഖ കൃത്യമായിട്ട് പറയുന്നു, നിൻ്റെ കുടുംബത്തിൻ്റെ മകൻ്റെ കല്യാണം നടന്നത്, നിൻ്റെ കുടുംബത്തിലെ സമ്പത്ത് തിരിച്ചു കിട്ടിയത്, നിനക്ക് കാഴ്ചശക്തി ലഭിച്ചത് നിൻ്റെ വാർദ്ധക്യത്തിൽ നീ വീട്ടിലിരിക്കാനല്ല, യേശുവിനെ പ്രഘോഷിക്കാനാണ്. നീ അത് ചെയ്യുക. അതുവഴി ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി അല്ല പ്രിയപ്പെട്ടവരെ. നമ്മളെ ദൈവം അനുഗ്രഹിച്ച് വിജാതികർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സത്യദൈവത്തിനെ ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. ഈ അനുഗ്രഹം നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിശ്വാസത്തിലേക്ക് വരുവാൻ, മറ്റുള്ളവർക്ക് ഈ നൈറ്റ് വിജിൽ പോലെയുള്ള ആരാധനാ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രേരണ തോന്നുന്നത്. അതിനാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ തന്നെ പൂർത്തീകരിച്ച്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അവിടെ നിർത്തിക്കളയരുത്, മറിച്ച് അത് പ്രഘോഷിക്കണം. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ നൈറ്റ് വിജിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലെറ്റർ എഴുതി, കർത്താവ് ഈ നൈറ്റ് വിജിലൂടെ, ഇന്നത്തെ അല്ല ഇതിനു മുമ്പ് എത്രയോ നൈറ്റ് വിജിലുകൾ, ആ നൈറ്റ് വിജിലൂടെ തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളൊന്ന് അറിയിക്കുന്നത് നല്ലതാണ്. പറ്റുന്നുമല്ല, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത് മഹനീയമാകുന്ന വാക്ക് നിങ്ങൾക്ക് അനുഗ്രഹമാകും, ശുശ്രൂഷകർക്കും അത് അനുഗ്രഹമാകും, പ്രചോദനമായി തീരുവാനിട വരും. അല്ല പ്രിയപ്പെട്ടവരെ, ദൈവം തരുന്ന സകല അനുഗ്രഹങ്ങളും നമുക്ക് വേണ്ടി സ്വന്തമായി വെക്കാനല്ല, അത് പ്രഘോഷിക്കാനുള്ളതാണ്. ചിലവരെ സംബന്ധിച്ചോളം അവർ കിട്ടുന്ന അനുഗ്രഹം അവരവിടെ മാത്രം പറയും. ഉദാഹരണം, ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയി കിട്ടിയൊരു അനുഗ്രഹം ധ്യാനകേന്ദ്രത്തിൻ്റെ സ്റ്റേജിൽ പറയും. പക്ഷേ സ്വന്തം ഇടവകയിലോ സ്വന്തം ദേശത്തോ അവരായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോ അവർ പറയത്തില്ല. ഞാൻ പലപ്പോൾ കണ്ടിട്ടുണ്ട്, കരിസ്മാറ്റിക് ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തികൾ അവർ ആ ധ്യാനകേന്ദ്രത്തിൽ സാക്ഷ്യം പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതേ സാക്ഷ്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് കുടുംബ യൂണിറ്റിൽ പറഞ്ഞുകൂടാ, കൂടാരയോഗത്തിൽ പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ലയൺസ് ക്ലബ്ബ്, അപ്പോൾ ആ ക്ലബ്ബിൽ നിങ്ങൾക്ക് പറഞ്ഞുകൂടാ, ഒരു ദൈവാനുഭവം എന്ന നിലയിൽ? അപ്പോൾ അവർ പറയും അത് നാണക്കേടാണ്. എന്നാൽ യേശു പറയുന്നു, നിനക്ക് തന്ന അനുഭവം നിനക്ക് സ്വന്തമായി നിൻ്റെ കുടുംബജീവിതത്തിലോ ഈ ലോക ജീവിതം സമ്പന്നമാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് അത് അനേകരുടെ മുമ്പിൽ പ്രഘോഷിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 51 നമ്മൾ വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. 51 വായിക്കുമ്പോൾ വ്യക്തിപരമായ വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് നമ്മൾ ചൊല്ലുന്നത്. ഏതെങ്കിലും അനുതാപ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ 51 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പാപക്ഷമ പ്രാപിച്ച് അല്ലെങ്കിൽ എല്ലാ കൃപകളും ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അതിൻ്റെ 13 വാക്യത്തിൽ പറയുന്നു, ദൈവം എനിക്ക് എൻ്റെ പാപം ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിച്ച് സന്തോഷം തരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? 13 വാക്യം, അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴി പഠിപ്പിക്കും, പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. കേട്ടോ, അദ്ദേഹത്തിന് പാപക്ഷമ ലഭിച്ചപ്പോൾ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ വ്യക്തിപരമായ വിശുദ്ധീകരണം ലഭിച്ചപ്പോൾ, തൻ്റെ പാപം ക്ഷമിച്ചു എന്ന് ബോധ്യം ലഭിച്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സിലായി, എൻ്റെ ജീവിതം സമ്പന്നമാക്കുക മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹം പറയുകയാണ്, ഞാൻ അതിക്രമികളെ അങ്ങയുടെ വഴി പഠിപ്പിക്കും, കർത്താവിൻ്റെ വചനം ഞാൻ പഠിപ്പിക്കും. വീണ്ടും അതിൻ്റെ 14 വാക്യത്തിൽ പറയുന്നു, ദൈവമേ, എൻ്റെ രക്ഷയുടെ ദൈവമേ, രക്തബാധിത എന്നെ രക്ഷിക്കണമേ, അങ്ങയുടെ രക്ഷയെ ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും, അങ്ങയുടെ രക്ഷയെ ഞാൻ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. അങ്ങ് എനിക്ക് തന്ന പാപക്ഷമ ഞാൻ എന്തു ചെയ്യും? ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്ന് വെച്ചാൽ സകലരോടും ഞാൻ വലിയ പാപിയായിരുന്നു, കുറ്റബോധമുള്ള വ്യക്തിയായിരുന്നു. ഈ അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിച്ച എൻ്റെ യേശുവിനെക്കുറിച്ച് ഞാൻ ഉച്ചത്തിൽ സ്വരം ഉയർത്തി പ്രഘോഷിക്കും. ഇവിടെ നമ്മൾ കാണുന്നു ഇത്രമാത്രം പാപക്ഷമ ദൈവം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. നിൻ്റെ പാപക്ഷമയുടെ അനുഭവം, ആ വിടുതലിൻ്റെ അനുഭവം നീ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ. ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് നമ്മളിൽ സ്വന്തമായി വെക്കരുത്. നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തി ഒരു ദൈവാനുഭവം കിട്ടിയോ, അത് നിങ്ങൾ പറയണം മറ്റുള്ളവരോട്. അപ്പോഴാണ് അവരും കുമ്പസാരിക്കാൻ പോകാൻ തയ്യാറാകുന്നത്. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ രക്ഷയെ പ്രകീർത്തിക്കുമ്പോഴാണ് യേശു എനിക്ക് തന്ന
പാപക്ഷമയെ വഴിയുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ പൂവണിയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ലഭിക്കുമ്പോഴും, ദൈവാനുഗ്രഹം ലഭിക്കുമ്പോഴും, പാപക്ഷമ ലഭിക്കുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കർത്താവെ എന്തിനു വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്? കാരണം എനിക്കിതിന് യോഗ്യതയില്ല. ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് ചോദിക്കുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി കുട്ടികളെ ശുശ്രൂഷയും മറ്റു ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ചിലപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും, ദൈവമേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. കാരണം മറ്റ് ശുശ്രൂഷകരെ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നും പ്രാർത്ഥിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് വിദ്യാഭ്യാസമില്ല. ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോഴും എനിക്കറിയാം, ഞാനിങ്ങനെ വചനമൊക്കെ പറയുമ്പോൾ ചില വാക്കുകളൊന്നും തിരിയുന്നില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ദൈവമേ എന്തിനു വേണ്ടി എന്ന്. അപ്പോൾ ദൈവം എന്നോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു, നിന്നിലൂടെ ഒരു കാര്യം ചെയ്യാനുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങളിലും ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഒരുപക്ഷെ ഞാൻ അഹങ്കരിക്കുന്ന ഒരു വ്യക്തിയായി മാറാം, അല്ലെങ്കിൽ എൻ്റെ കുറവുകളെക്കുറിച്ച് കൂടുതലായി ചിന്തിച്ച് ചെയ്യേണ്ട നന്മയും ചെയ്യാതെയും പോകാം. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ചിന്തിക്കാം, ദൈവമേ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് ഈ ആയുസ്സും ആരോഗ്യം തന്നിരിക്കുന്നത്? എന്തിനു വേണ്ടി? വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പിശാച് ബാധിതനായ ഒരു വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തുന്നു. അയാളെ സുഖപ്പെടുത്തി കഴിയുമ്പോൾ അയാൾക്ക് സമ്പൂർണ്ണമായി വിടുതൽ ലഭിച്ചു, അനുഗ്രഹം ലഭിച്ചു, സുബോധമുണ്ടായി, വസ്ത്രം ധരിച്ചു. അയാൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാനും നിന്നെ അനുഗമിക്കുകയാണ്. യേശു പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുകയല്ല വേണ്ടത്, നീ വീട്ടിലേക്ക് ചെല്ലുക, വീട്ടിൽ നിൻ്റെ സാക്ഷ്യം വഹിക്കുക. അയാൾക്ക് വേണമെങ്കിൽ ഒരു ധ്യാനകേന്ദ്രത്തിലേക്ക് പോയി ധ്യാനിപ്പിച്ച് ധ്യാനഗുരുവിൻ്റെ സ്ഥലത്ത് പോയി എന്ത് ചെയ്യാം? ഫുൾ ടൈം വേണ്ടി ശുശ്രൂഷ ചെയ്യാം. പക്ഷെ ദൈവം അയാളുടെ പറഞ്ഞതാണ്, നീ വീട്ടിലോട്ട് പോവുക. അയാളുടെ സൗഖ്യവും വിടുതലും എന്തിനു വേണ്ടിയാണ്? ആ ദേശത്തിന് വേണ്ടിയാണ്. ആ ഗ്രാമത്തിലെ വളരെ മോശപ്പെട്ട ജീവിതമാണ് നയിച്ചത്. വസ്ത്രം ധരിക്കുന്നില്ല, വളരെ മോശപ്പെട്ട ജീവിതം. അപ്പോൾ ഇയാളുടെ സാക്ഷ്യം, അയാളുടെ വിടുതൽ ആ ഗ്രാമത്തിന്, ആ വില്ലേജിന് മുഴുവൻ അനുഗ്രഹമാണ്. അവരാരെങ്കിലും ദൈവത്തെ നിഷേധിക്കുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഈ പിശാച് പഴയ ഈ മനുഷ്യനെ കാണുമ്പോൾ ഓർക്കണം, ഈ മനുഷ്യനെ വിടുവിച്ച ദൈവം എന്നെയും വിടുവിക്കും, എൻ്റെ കുട്ടിയെ വിടുവിക്കും. അതിന് ആ ദേശത്തിന് സാക്ഷ്യമാക്കി അയാളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. ഇവിടെ അയാൾക്ക് സാക്ഷ്യം ലഭിച്ചിട്ട്, സൗഖ്യം ലഭിച്ചിട്ട് അയാൾക്ക് ഇഷ്ടം എന്തായിരുന്നു? യേശുവിൻ്റെ പുറകെ പോകാനായിരുന്നു. യേശു പറഞ്ഞു, നിൻ്റെ ദൗത്യം, നിനക്ക് ഈ സൗഖ്യം തന്നിരിക്കുന്നത് നിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയാണ്, നിൻ്റെ ചാർച്ചക്കാർക്ക് വേണ്ടിയാണ്. നീ ഇത്രമാത്രം മോശപ്പെട്ട വ്യക്തിയായിരുന്നു. നാളെ നീ സുബോധത്തോടു കൂടി നിൻ്റെ കുടുംബത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിനക്കെന്ത് പറ്റി, നിനക്കെന്ത് മാറ്റം വന്നു? അപ്പോൾ അവന് പറയണം, എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തി, എൻ്റെ യേശു എന്നെ സുഖപ്പെടുത്തി. ആ യേശുവിൻ്റെ രക്ഷയുടെ സന്തോഷം അവൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് അവൻ്റെ കുടുംബക്കാർ ഇടപെടുന്ന സമസ്ത മേഖലയിലും ക്രിസ്തുവിൻ്റെ സ്നേഹം കൊടുക്കാൻ വേണ്ടിയാണ് അവനെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈശോ ഇതുപോലെ നമ്മളെയും വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ. വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം എടുത്താൽ 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ലാസറിൻ്റെ ഭവനത്തിൽ യേശു ചെയ്ത അത്ഭുതം, മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു, ഉയർപ്പിച്ച് ലാസറിന് ജീവൻ കൊടുക്കുന്നു. അതിനുശേഷം 12-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഈ ലാസർ പിന്നീട് യേശുവിൻ്റെ കൂടെ എല്ലായിടത്തും പോകുന്നു. അതുകൊണ്ട് അന്നത്തെ യേശുവിനെ വെറുത്തവർ ലാസറിനെ വെറുത്തു. കാരണം ലാസർ പ്രസംഗിച്ചതായി പറയുന്നില്ല, മറിച്ച് ലാസർ യേശുവിൻ്റെ കൂടെ പോയി നിൽക്കുന്നത് അനേകർക്ക് വിശ്വാസം ലഭിക്കുന്നു, സൗഖ്യം ലഭിക്കുന്നു, യേശുവിലേക്ക് വരാൻ കാരണമാകുന്നു. യേശുവിനെ എതിർക്കുന്ന അന്നത്തെ ആ രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യുന്നു? അവർ പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് അവനോടൊപ്പം ലാസറിനെയും കൊല്ലാമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ എത്രയോ മരണകരമായ അവസ്ഥയിൽ നിന്ന് ഈശോ നിങ്ങളെ തിരികെ കൊണ്ടുവന്നു. നിങ്ങൾ മരിച്ചു, ഒരുപക്ഷെ വെന്റിലേറ്റർ നിങ്ങൾ കടന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി 24 മണിക്കൂർ നിൻ്റെ ജീവിതമുള്ളൂ, വെന്റിലേറ്റർ എടുത്താൽ നീ മരിക്കും. അപ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ നിൻ്റെ ഭാര്യ, നിൻ്റെ മക്കള്, നീയൊക്കെ നിലവിളിച്ചു, ഇതുപോലൊരു നൈറ്റ് വിജിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതകരമായിട്ട് നിന്നെ വിടുവിച്ചു. നിന്റെ കുടുംബത്തിൽ ഇപ്പോൾ ഈ നൈറ്റ് വിജിലിന് ജീവനോടെ ഇരിക്കാൻ ദൈവം കൃപ തന്നു.
ഇപ്പോൾ നിന്നെ കാണുന്നത് എവിടെയാണ്? ഈശോയുടെ കൂടിയാണോ അതോ ബിസിനസ്സിൻ്റെ മേഖലയിൽ മാത്രമാണോ? ചില വ്യക്തികളെക്കാൾ നമുക്ക് സങ്കടം വരാറുണ്ട്. ദൈവം മരണത്തിൻ്റെ വക്കിൽ നിന്ന്, കാരണം എല്ലാവരും പ്രതീക്ഷിച്ചു മരിക്കും, ശവസംസ്കാരം നടത്താനുള്ള ഒരുക്കങ്ങളെല്ലാം വീട്ടിൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് അവസാന സമയത്ത് റിക്കവർ ചെയ്തവരുണ്ട് പ്രാർത്ഥന വഴി. പക്ഷേ അവരാരും അവരെ തിരിച്ചു കൊണ്ടുവന്ന, ആയുസ് നീട്ടിക്കൊടുത്ത ദൈവത്തെക്കുറിച്ച് ഒന്നും പറയാനോ മഹത്വപ്പെടുത്താനോ അവരെ കാണുന്നില്ല. അതുമാത്രമല്ല, അവരുടെ ദേശത്തൊക്കെ ഈശോയുടെ അല്ലെങ്കിൽ ദിവ്യകാരുടെ ആരാധന നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞാൻ ഈയിടെ ഒരാൾ ചോദിച്ചു, ചേട്ടാ ജീവൻ തിരിച്ചു കിട്ടിയല്ലേ, പോയി കുറച്ച് സമയമെങ്കിലും 1 മണിക്കൂറെങ്കിലും ദിവ്യകാര സന്ധ്യയിൽ ആരാധിച്ചുകൂടെ? പുള്ളി പറയാണ്, ഇപ്പോഴൊന്നിനും നേരമില്ല, ഒന്നിനും നേരമില്ല. പക്ഷെ ലാസർ എന്താ ചെയ്തത്? തൻ്റെ ജീവിതം അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. മറിച്ച് പിന്നീട് ജീവിതം തിരിച്ചു കിട്ടിയപ്പോൾ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നപ്പോൾ, മിച്ചമുള്ള ജീവിതം അവൻ യേശുവിനോടൊപ്പം ചെലവഴിച്ചു. അവൻ എല്ലാ സ്റ്റേജിലും യേശു ഇതുപോലെ മൈക്ക് കൊടുത്ത് ഞാൻ മരിച്ചവനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു പറഞ്ഞതായിട്ട് പറയുന്നില്ലെങ്കിലും ലാസറിൻ്റെ പ്രസൻസ് അനേകർക്ക് വിശ്വാസം സ്വീകരിക്കേണ്ട വന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതുപോലെയൊക്കെ സൗഖ്യം കിട്ടിയവരല്ലേ? ഇന്നും നിങ്ങൾക്ക് വരാൻ പോകുന്ന ആരാധനയിൽ കർത്താവ് സൗഖ്യം തരുന്നു, പൂർണ്ണമായ വിടുതൽ തരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ഓപ്പറേഷൻ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ ജീവനിലേക്ക് തിരിച്ചു വരുന്നു. ഈ ജീവനിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈശോ നിങ്ങൾ ചോദിക്കണമെന്ന്, കർത്താവെ എന്തിനു വേണ്ടിയാണ് എനിക്ക് നീ ആയുസ് നീട്ടി തന്നത്? അപ്പോൾ ദൈവം പറയും, ഒരുപക്ഷെ എൻ്റെ കൂടെ ആയിരിക്കാൻ. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ ആരാധന കേന്ദ്രങ്ങളിൽ ആരാധിക്കാൻ ആളില്ല, അവിടെ പോയി നിറകണ്ണുകളോടെ നിരന്തരം പ്രാർത്ഥിക്കാനായിരിക്കാം, ദേശത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി. അതിനാൽ പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം നിന്നെ തിരിച്ചു കൊണ്ടുവന്നത്, മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം എഴുത്തള്ളിയപ്പോഴും ജീവനിലേക്ക് കൊണ്ടുവന്ന യേശു നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സൗഖ്യം ലഭിച്ച് വെറും സാധാരണ മനുഷ്യനെ പോലെ വീണ്ടും ജീവിക്കാനല്ല, മറിച്ച് യേശുവിന് വേണ്ടി ജീവിക്കാനാണ്, യേശുവിനെ മഹത്വപ്പെടുത്താനായിട്ടാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, യാക്കോസ്ലിയാട് ലേഖനത്തിൽ 2:17 പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. നാം വിശ്വസിക്കുന്നു, അനുഗ്രഹിക്കപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഞാൻ അനുഭവിച്ച യേശുവിനെ പകർന്നു കൊടുക്കുക. അപ്പോൾ ശരിക്കും നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ പകർന്നു കൊടുക്കാതിരിക്കാൻ സാധ്യമല്ല. നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നു. അതുവഴി ആർക്കു വേണ്ടിയാണോ നിങ്ങളെ ഈശോ സുഖപ്പെടുത്തിയത്, ആ ദേശത്തുള്ള വ്യക്തികളും യേശുവിനെ അനുഭവിച്ചറിയാൻ ഇടവരുന്നു. അതിനാൽ നമുക്ക് ഇന്നത്തെ നൈറ്റ് വിജിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് നിങ്ങളെ പലരെയും ശാരീരികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, മാനസികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്, ആത്മീയമായി അനുഗ്രഹിച്ചിട്ടുണ്ട്, സമൃദ്ധമായി ദൈവം കൃപ തന്നിട്ടുണ്ട്, അനേകരെ ദൈവം ഭൗതികമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ അനുഗ്രഹമൊക്കെ എന്തിനു വേണ്ടിയാണ്? ഒരുപക്ഷെ ഈ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ ചിലപ്പോൾ നമ്മളൊക്കെ സാമ്പത്തികമായി നല്ല രീതിയിൽ നമ്മുടെ സമ്പത്തുള്ളത് കൊണ്ട് നല്ല രീതിയിൽ നിൽക്കുകയായിരിക്കാം. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചോദിച്ചത്? നമ്മൾ പറയും നമ്മൾ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, ദൈവം എന്നെ അനുഗ്രഹിച്ചു, അതുകൊണ്ട് എൻ്റെ സമ്പത്തിൽ നല്ലൊരു ഭാഗം ബാങ്കിൽ കിടപ്പുണ്ട്, എനിക്ക് എന്തെല്ലാം ലോക്ക്ഡൗൺ വന്നാലും ഒരു പ്രശ്നവുമില്ലെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ചോദിക്കേണ്ടതല്ല എന്തിനു വേണ്ടിയാണ് ദൈവമേ അനേകർക്ക് ദാരിദ്ര്യം വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, എന്തിനു വേണ്ടി ചോദിച്ചാൽ ദൈവം പറയും. ഒരുപക്ഷെ ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്, ചില മിനിസ്ട്രികൾക്ക് വേണ്ടി, വഴിയ ശുശ്രൂഷകർക്ക് വേണ്ടി ദൈവം നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് സത്യം. അത് തിരിച്ചറിഞ്ഞ് നീ പങ്കുവെക്കുമ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണോ സാമ്പത്തികം അനുഗ്രഹിച്ചത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായം 25 മുതൽ 34 വരെ. അവിടെയുണ്ട് പൗലോസും സീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ ജയിലിൽ കിടക്കുന്നു. അവരതിന് മുമ്പത്തുള്ള ഭാഗം ശക്തമായ ഒരു പബ്ലിക് ശുശ്രൂഷ ചെയ്ത് ഒരു ഡെലിവറൻസ് ശുശ്രൂഷ അവർ നടത്തി. അതിൻ്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട അധികാരികൾ പിടിച്ച് തല്ലി അവരെ കൈയും കാലും വെച്ച് കൈയും കാലും ചങ്ങലയിട്ട് പൂട്ടി ജയിലിലിട്ടേക്കാണ്. അപ്പോൾ അവർ നമ്മളെപ്പോഴും വായിക്കുന്ന ഭാഗമാണ്, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവർ ലോക്ക്ഡൗൺ ആയിപ്പോയി. അതുവരെയും
വളരെ ഫ്രീ ആയിട്ട് നടന്ന ഒരു ജീവിതമാണ്. എവിടെയും അവർ വചനം പ്രഘോഷിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം പ്രഘോഷിക്കുന്നു. ഇപ്പോൾ ഒരിടത്തും പ്രഘോഷിക്കാനില്ല. ശരീരം മുഴുവൻ വേദന, കൈയും കാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. അവരവിടെ കിടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവികമായ ഇടപെടലുണ്ടാകുന്നു. തുടർന്ന് ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവരെ അപ്രകാരം അവിടെ എത്തിച്ച ദൈവം അവർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ളത് കണ്ടെത്തി. അത് മറ്റൊന്നുമല്ല, ആ ജയിൽ അധികാരിയും അവൻ്റെ കുടുംബവും യേശുവിനെ അറിയാൻ വേണ്ടി. 16:31 അവിടെ വെച്ചാണ് പരിശുദ്ധാത്മാവ് പൗലോസ്ലീഹായിലൂടെ വിളിച്ചു പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനത്തിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആ വലിയ രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് പൗലോസിനും സീലാസും ലോക്ക്ഡൗണിൽ കിടന്ന് വിഷമിച്ച അവസരത്തിൽ ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ്. ഈ രഹസ്യം വെളിപ്പെടുത്തി കിട്ടിയതോടുകൂടി അവർ ഫ്രീ ആയി. കാരണം അപ്പോഴവർ തിരിച്ചറിഞ്ഞു, ഞങ്ങളെ രണ്ടുപേരെയും തല്ലാനും ബന്ധിക്കുവാനും ഈ ജയിലിൽ കൊണ്ട് ഇടാനും കാരണം ഈ കുടുംബത്തിൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് തിരിച്ചറിവ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തിരിച്ചറിവ് ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മളത് ധ്യാനിക്കുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, പാഷണപ്പൊക്കായ സിനിമ കാണുമ്പോൾ, യേശുവിൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഞാൻ അങ്ങനെ വിഷമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, യേശുവിനറിയായിരുന്നു എന്തിനു വേണ്ടിയാണ് ഞാനിത് സഹിക്കുന്നത് എന്നുള്ളത്. ആ ഉള്ളിൽ ആ രഹസ്യം ഈശോ വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ട് യേശുവിനെ സംബന്ധിച്ചോളം മുറിവേൽക്കുമ്പോഴും യേശുവിൻ്റെ ശരീരത്തിന് വേദനയുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ 2020 കൊറോണ രോഗികളെ സുഖപ്പെടുത്താൻ തക്കവണ്ണമുള്ള മുറിവാണ് ഞാൻ ഏൽക്കുന്നത്. എയ്ഡ്സ് രോഗികളെ, ക്യാൻസർ രോഗികളെ. അന്ന് യേശുവിനെ സംബന്ധിച്ചോളം ഇന്നലെ ഇന്നും എന്നും ഒരേ ഒരാൾ തന്നെയാണ്. യേശു ഇതെല്ലാം കണ്ടിട്ട് അത്രമാത്രം മുറിവ് ഈശോ സ്വീകരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ ഒരിക്കലും അവനെ ഭാരപ്പെടുത്തുകയോ അവൻ ആ പ്രയാസവുമായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ പ്രയാസവുമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അവൻ സത്യം തിരിച്ചറിയും, എന്തിനു വേണ്ടിയാണ് എൻ്റെ ദൈവം അനുവദിച്ചിരിക്കുന്നത്. അതിലേക്ക് അവൻ സമർപ്പിക്കുമ്പോൾ അവനെ പുതിയ വഴിയിലേക്ക് ദൈവം നയിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിൽ യേശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ, നമ്മുടെ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള വാക്യമാണ്. അവിടെ പറ്റുന്നതല്ല, യേശയ്യാപ്രവാചകൻ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു. അവിടെ ദേവാലയത്തിൽ അതിശക്തമായ ദൈവിക ദർശനം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അതോടൊപ്പം സെറാഫുകൾ ഉച്ചത്തിൽ ഹല്ലേലൂയ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്ന കേൾക്കാൻ സാധിക്കുന്നു. കണ്ണുകൊണ്ട് വലിയ സന്തോഷത്തിൻ്റെ സ്വർഗീയ ദർശനം കാണുന്നു. കാതുകൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നുള്ള വാക്ക് കേൾക്കുന്നു. അപ്പോൾ യേശയ്യായിക്ക് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, യേശയ്യായുടെ ഉള്ളിൽ ഭയങ്കര വിഷമം. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഞാൻ അശുദ്ധനായ മനുഷ്യനാണ്, അശുദ്ധരായ അധരങ്ങളുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനാണ്. ഞാനും അശുദ്ധനാണ്, ചുറ്റുപാടുള്ളവരും അശുദ്ധരാണ്. അങ്ങനെ അനുതാപം ലഭിച്ചപ്പോൾ ഈശോ എന്തെയ്യുന്നു, സ്വർഗത്തിൽ നിന്ന് കുടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് നമ്മുടെ യേശയ്യായുടെ നാവിൽ സ്പർശിക്കുന്നു. അതോടുകൂടി അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു, അവൻ ശക്തീകരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭാഗം വരെ നമുക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ ധ്യാനത്തിലും ഈ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. സ്വർഗീയ ദർശനങ്ങൾ കാണുന്നു, ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കുന്നു, ശക്തമായ അനുതാപം ലഭിക്കുന്നു. അതിനുശേഷം നമ്മൾ നല്ലൊരു കുമ്പസാരം നടത്തുന്നു. കൈവ് പ്രാർത്ഥനയിൽ നമുക്ക് ശക്തമായ പരിശുദ്ധ അനുഭവം ലഭിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുകയാണ്. എന്നാൽ യേശയ്യാപ്രവാചകന്റെ പ്രത്യേകത, അവൻ്റെ കൈകളിലേക്കല്ല അവൻ നോക്കിയത്, അനുഭവങ്ങളിലേക്കല്ല നോക്കിക്കൊണ്ടിരുന്നത്, മറിച്ച് അവൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അവനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇതാണ്, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്കായി പോകുക. ഉണ്ട്. 8-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് എനിക്കായി പോകുക. അപ്പോൾ യേശയ്യാ വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. പ്രിയപ്പെട്ടവരെ, നമുക്ക്
മനുഷ്യരുടെ പ്രതിസന്ധികളുടെ ഈ പകർച്ചവ്യാധിയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ ചോദ്യം ഇതാണ്: ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എനിക്കായി പോകുക? നിങ്ങൾ പറയേണ്ട ഒരു വാക്യമുണ്ട്: ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അതെ, ഈ അയക്കപ്പെടുന്നതിന് വേണ്ടിയാണ് വാസ്തവത്തിൽ യേശയ്യായിക്ക് സ്വർഗീയ ദർശനങ്ങൾ ദൈവം കൊടുത്തത്. സ്വർഗത്തിനെക്കുറിച്ചുള്ള ആ വലിയ മാലാഖമാര സ്തുതിപ്പ് കേൾക്കാൻ സാധിച്ചത്, ആഴമായ അനുതാപം ലഭിച്ചത്. അതോടൊപ്പം സ്വർഗത്തിൽ നിന്ന് തീക്കനലെടുത്ത് നാവിൽ വെച്ച് നാവിനെ വിശുദ്ധീകരിക്കുക മാത്രമല്ല, അവൻ്റെ ഓൾ ബോഡി, ശരീരം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ടു, ശക്തീകരിക്കപ്പെട്ടു. നമുക്കെല്ലാവർക്കും ഉള്ള പ്രശ്നം ഇതാണ്: ഈ 7-ാമത്തെ വാക്യം വരെ നമ്മളെല്ലാവരും കാണും, നമ്മൾ അതിനുശേഷം നമ്മുടേതായ പദ്ധതിയിലേക്ക് പോകും. ആദ്യ വെള്ളിയാഴ്ച അല്ലെ അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. എന്നാൽ യേശയ്യ ഈ ദൈവാനുഭവങ്ങളുടെ മുമ്പിൽ ഇരിക്കുക മാത്രമല്ല, മറിച്ച് അവൻ ആ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവമേ, എനിക്കെന്ത് യോഗ്യതയാണുള്ളത് അങ്ങയെ കാണുവാൻ, അങ്ങയുടെ മാലാഖമാരെ സ്വരം ശ്രവിക്കുവാൻ, ഈ ഭൂമിയിലായിരിക്കെ തന്നെ എനിക്ക് സ്വരം ശ്രവിക്കുവാൻ, ഇത്രമാത്രം അനുതാപം ലഭിക്കുവാൻ, ഞാൻ അറിഞ്ഞും അറിയാതെ ചെയ്ത പാവങ്ങളെല്ലാം ഓർത്ത് അനുദപിക്കുവാൻ എനിക്കെന്ത് യോഗ്യതയാണ്? മാലാഖമാരാൽ സ്വർഗത്തിൽ നിന്ന് കനലെടുത്ത് എൻ്റെ അധരത്തിൽ വെക്കുവാൻ എനിക്കെന്ത് യോഗ്യതയുണ്ട്? അത് തിരിച്ചറിഞ്ഞു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ പോകാനിരിക്കുന്നിടത്തേക്ക് നിന്നെ അയക്കാൻ വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ ഞാൻ നിനക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ നൈറ്റ് വിജിൽ നമ്മളോട് സംസാരിക്കുകയാണ്. നമുക്ക് എല്ലാ അനുഭവങ്ങളും തുടർന്നുള്ള ആരാധനയിൽ തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളുടെ കണ്ണുനീര് ഒപ്പിയെടുക്കും, നിങ്ങളുടെ മനസ്സിന് ആശ്വാസം തരും, നിങ്ങളുടെ രോഗികളായി നിങ്ങളെ സുഖപ്പെടുത്തും. കാരണം യേശു എന്നും ജീവിക്കുന്നു. ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അവൻ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഉള്ളിൽ കിട്ടേണ്ടതുണ്ട്. ഈ സൗഖ്യമല്ല എന്തിനു വേണ്ടി? ഇതിനപ്പുറം ഒരു സ്ഥലമുണ്ട്. ഒരുപക്ഷെ ഇന്ന് പകർച്ചവ്യാധി നമ്മൾ ഭയപ്പെടുകയാണ്. നമുക്ക് വരുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വരികയോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ പേടിയാണ്, എനിക്കുണ്ടോ അല്ലെങ്കിൽ മറ്റേ വ്യക്തിയിൽ നിന്ന് എനിക്ക് പകരുമോ? ഇവിടെ നമ്മളെ വാസ്തവത്തിൽ ഇതിനെ പേടിക്കാൻ കാരണം എന്താണ്? ഇത്രമാത്രം പേടിക്കാൻ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിൽ മരണഭയമാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദിമസഭയിൽ പ്രിയപ്പെട്ടവർ യേശുവിനെ സ്വീകരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ അവർ സിംഹക്കൂട്ടിലേക്ക് എറിയപ്പെടുന്നു. അവർ തയ്യാറാക്കുന്നു. അവർ മറ്റുമല്ല, ഈ മരണത്തിനപ്പുറമുള്ള ഒരു നിത്യജീവൻ അവർ കാണുന്നു, ഒരു നിത്യത അവർ കാണുന്നു. അതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ ഏതിനെയും നേരിടാൻ സാധിക്കുന്നു. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യാൻ ഒറ്റ കാര്യമേ യേശു ആവശ്യപ്പെടുന്നുള്ളൂ: നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ഇന്ന് രാത്രി തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തോടൊന്ന് ചോദിക്കുക, ദൈവമേ, എന്തിനു വേണ്ടിയാണിത്? എന്തിനു വേണ്ടിയാണ് എനിക്ക് തന്നത്? ഞാനിന്ന് പ്രാർത്ഥിക്കുന്നു കണ്ണുനീരോടെ. എൻ്റെ കുടുംബത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നു, മകളുടെ കല്യാണം നടക്കുന്നു, മകൻ്റെ വിവാഹം നടക്കുന്നു, മകൻ നല്ല ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ സമ്പത്ത് അനുഗ്രഹിക്കപ്പെടുന്നു. എന്തിനു വേണ്ടി? അങ്ങനെ ചോദിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് സംസാരിക്കും. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവരൊരുമിച്ച് കൂടുന്നു. ഇതേപോലെ നൈറ്റ് വിജിൽ ഒരുമിച്ച് കൂടുന്നു. ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നു. വീണ്ടും 5 മുതൽ 13 വരെയുള്ള ശക്തമായ അടയാളങ്ങൾ സംഭവിക്കുന്നു. അവർ ലഹരി പിടിച്ചവരെ പോലെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും മുമ്പിൽ കാഴ്ചക്കാരെ പോലെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ അനുഭവങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. വചനം പറയുന്നതാണ്, പത്രോസ് 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് അവർ യേശുവിനെ പ്രഘോഷിച്ചു. അവർ തിരിച്ചറിഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് വന്നത്, ദൈവാനുഭവം തന്നത്, ഭാഷാവരം തന്നത്, സ്വർഗീയ ദർശനങ്ങൾ തന്നത്, അനുഭവങ്ങൾ തന്നത്, ഈ പരിശുദ്ധാത്മാവിനെ അഗ്നിയായി കണ്ടത്, അല്ലെങ്കിൽ അവർക്ക് ഉള്ളിലേക്ക് വന്നപ്പോൾ ശക്തമായ ശരീര അനുഭവങ്ങൾ ലഭിച്ച്, ഇതെല്ലാം എന്നിൽ നിൽക്കാനല്ല, അപരന് മറ്റു വ്യക്തികൾക്ക് യേശുവിൻ്റെ സ്നേഹം കൊടുക്കാൻ വേണ്ടിയാണ്. ഈ തിരിച്ചറിവിലേക്ക് വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും വിഷമങ്ങളും വേദനകളൊക്കെ ഉണ്ടാകുന്നു. അപ്പോഴെല്ലാം അവരതിനെക്കുറിച്ച് പരാതി പറയുകയല്ല ചെയ്തത്. അവരപ്പോഴെല്ലാം ചെയ്തത്,
കർത്താവേ, ഒരു പുതിയ അഭിഷേകം തരണമേ, പുതിയ അഭിഷേകം തരണമേ, പുതിയ അഭിഷേകം. പുത്തൻ അഭിഷേകം പ്രാപിച്ച് അവർ സഭയെ പണിതുയർത്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ സഭയെ പണിതുയർത്താം. ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. പത്രോസും യോഹന്നാനും പതിപോലെ ദേവാലയത്തിലേക്ക് പോകുന്നു. അതുവരെയും അഭിഷേകം കിട്ടുന്നവർ ദേവാലയത്തിൽ പോകുമ്പോൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുന്നു. എന്നാൽ അന്ന് പോയപ്പോൾ അവർ കാണുന്നൊരു കാഴ്ച, മുടന്തനായ ഒരു വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് അവരുടെ മുമ്പിൽ ചോദിക്കുന്നു, എനിക്കെന്തെങ്കിലും തരണമേ. അപ്പോൾ പത്രോസും യോഹന്നാനും പറഞ്ഞൊരു വാക്കുണ്ട്, വെള്ളിയോ സ്വർണമോ ഞങ്ങളുടെ കയ്യിലില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുക. യേശുവിനെ കൊടുത്തു. ആ മുടന്തനായ വ്യക്തി ദൈവത്തെ സൗഖ്യപ്പെടുന്നു, തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന് വചനം പറയുന്നുണ്ട്, അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ആരെ കിട്ടിയപ്പോൾ? യേശുവിനെ കിട്ടിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് യേശുവിനെ കൊടുക്കാം, യേശുവിനെ പങ്കുവെക്കാം, യേശുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുക്കാം. ഇന്ന് നമ്മുടെ ചുറ്റുപാട് അനേകർ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്. സമ്പത്ത് പങ്കുവെക്കാമെങ്കിൽ പങ്കുക, അതോടൊപ്പം ആ സമ്പത്ത് കൊടുക്കുമ്പോൾ ഈശോയുടെ സ്നേഹം കൊടുക്കുക, പ്രത്യാശ കൊടുക്കുക. അനേകർ ബിസിനസ്സിൻ്റെ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, കടഭാരത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രത്യാശ കൊടുക്കുക. ഇതൊന്നും നിങ്ങളെ നശിപ്പിക്കാനല്ല, ഇതിനപ്പുറം നിങ്ങൾക്കൊരു ലോകമുണ്ട്, ദൈവം ഒരുക്കിയൊരു പദ്ധതിയുണ്ട്. ദൈവം അറിയാവുന്ന സംഭവിക്കത്തില്ല. പ്രത്യാശയുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. ദൈവം ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കുക. തകർച്ചകളെയോ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഈ വേദനയുടെ മധ്യത്തിൽ എന്തിനാണ് ദൈവം അനുവദിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രത്യാശയോട് മുന്നേറാൻ സാധിക്കും, കർത്താവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ എവിടെയാണെങ്കിലും എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയാണെങ്കിലും കൈകളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവെ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം ശ്രമിച്ച് നമ്മളെല്ലാവരും ജീവിതയാത്രയിൽ ഒരുപക്ഷെ ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹാനുഭവം അനുഭവിച്ചവരുണ്ട്, രോഗശാന്തി ലഭിച്ചവരുണ്ട്, ആന്തരിക സൗഖ്യം ലഭിച്ചവരുണ്ട്, ശക്തമായ തിന്മയിൽ നിന്ന് വിടുതൽ കിട്ടിയവരുണ്ട്, പിശാച് ബാധ പൂർണ്ണമായ അതിൽ നിന്നും വിമോചനം പ്രാപിച്ചവരുണ്ട്, സാമ്പത്തികം അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, കുടുംബം അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്, വിവാഹ തടസ്സം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരുണ്ട്. ഒരുപക്ഷെ അനേക നാൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം, ആ പ്രാർത്ഥനയുടെ ഫലം അനുഭവിച്ചവരുണ്ട്. ഒരുപക്ഷെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് അവസാന നിമിഷം തിരിച്ചു വന്നവരുണ്ട്. ലാസർ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നപ്പോൾ അവൻ യേശുവിൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുക, ഒരു കുഞ്ഞിരടി പാടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, എന്നെ ദൈവം ഇത്രമാത്രം അനുഗ്രഹിച്ചത് എന്തിനു വേണ്ടി? ഞാൻ ദുഃഖം വന്നപ്പോഴെല്ലാം ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, എൻ്റെ ദുഃഖത്തിലും വേദനയിലും പ്രയാസത്തിലും ചോദിക്കുന്നു, എന്തിനു വേണ്ടി ദൈവം എന്നെ കടത്തിവിടുന്നു? എന്തിനു വേണ്ടി? ഒരുമിച്ച് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശ നൽകണമേ നാഥ, പ്രത്യാശ നൽകണമേ. ചേർന്ന് പാടാം. പ്രത്യാശ നൽകണമേ നാഥ, പ്രത്യാശ നൽകണമേ. വീണ്ടും ഈശോയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. കാനാൻ ദേശം ലക്ഷ്യമാക്കി ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നയിച്ചു. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും അവരെ ചെങ്കടലിലെ ആ തീരത്തെ കൊണ്ടുപോയി. പുറകിൽ ഈജിപ്തിലെ സൈന്യം വന്നപ്പോൾ മുമ്പിൽ കടലാണ്. പക്ഷെ ദൈവത്തിനും മോശയ്ക്കും അറിയാം കടലിൻ്റെ മധ്യേ വഴിവെട്ടുന്ന ദൈവം. അതറിയാതിരുന്ന ജനം പരസ്പരം പെറുപെറുക്കാനും മല്ലടിക്കാനും ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങി. എന്നാൽ ദൈവത്തിൻ്റെ തിരിച്ചറിഞ്ഞു ദൈവം കടലിൻ്റെ മധ്യയും വഴിവെട്ടുന്നവനാണ്. ആ പ്രത്യാശ കൊണ്ട് നിറയുവാൻ ആഗ്രഹിച്ച് ഈ പകർച്ചവ്യാധിയുടെ നാളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക്. പ്രത്യാശ നൽകണമേ നാഥ, പ്രത്യാശ നൽകണമേ. ചേർന്ന് പാടാം. പ്രത്യാശ നൽകണമേ നാഥ,
പ്രത്യാശ നൽകണമേ. ഒരുപക്ഷെ ജീവിതയാത്രയിൽ ഇനി നമ്മൾ ഒരിക്കലും എന്തെങ്കിലും നന്മയുണ്ടാകുമ്പോൾ തിന്മയുണ്ടാകുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിക്കാതെ എന്തിനു വേണ്ടി എന്ന് ചോദിക്കുക. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വഴി തുറന്നു തരും. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നത്തിന് ഉത്തരമായൊരു വചനം തരും. ആ വചനം വിശ്വാസപൂർവ്വം ഏറ്റുപറയുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന പുതിയ വഴികൾ കണ്ടെത്താൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും മുന്നേറുവാൻ ദൈവം കൃപ തരും. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രത്യാശ. റോമ 5:5 നമ്മൾ വായിച്ചു. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. യേശയ്യായി ചൊരിയപ്പെട്ടു. എല്ലാം നമ്മൾ അനേക കഥാപാത്രങ്ങൾ കടന്നുപോയി. അവരെല്ലാം യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, യേശുവിൻ്റെ കൈകളിലേക്കല്ല നോക്കിയത്, മുഖത്തേക്ക്. അപ്പോൾ അവർ കയ്യിലിരിക്കുന്നതിനെ കുറിച്ചല്ല ചിന്തിച്ചത്, അവൻ്റെ ഹിതം മനസ്സിലാക്കി ജീവിതം ക്രമപ്പെടുത്തി. അതുവഴി അനേകർക്കൊരു അനുഗ്രഹമായി മാറി. അതുപോലെ നമ്മുടെ ജീവിതവും അനുഗ്രഹമായി മാറട്ടെ. അനുഗ്രഹമാക്കണമേ നാഥ, അനുഗ്രഹമാക്കണമേ. അനുഗ്രഹമാക്കണമേ നാഥ, അനുഗ്രഹമാക്കണമേ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. അന്ന് ജീവിതത്തിൽ താൻ ഒന്നുമല്ലാലേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് ഈ സന്തോഷത്തിൻ്റെ വാർത്ത സ്വീകരിച്ചപ്പോൾ അമ്മ തന്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ ദൈവഹിതത്തിന് കീഴടങ്ങി. ചുറ്റുപാടിലേക്ക് നോക്കുമായിരുന്നെങ്കിൽ, തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. മറിച്ച് ദൈവഹിതത്തിനായി സമർപ്പിച്ചു. തൻ്റെ ഉദരത്തിലേക്ക് വരുന്ന വ്യക്തി ആരാൻ തിരിച്ചറിഞ്ഞു. സമർപ്പിച്ചപ്പോൾ ലോകത്തിന് ദൈവോത്തരനായ യേശുക്രിസ്തു രക്ഷകനായി ലഭിച്ചു. അതേപോലെ ജീവപ്രതിസന്ധികളുടെ നടുവിൽ, അനുഗ്രഹത്തിന് നടുവിൽ എന്തിനു വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവോട് കൂടി സഭയെ പണിതുയർത്തുവാൻ, ദേശത്തെ പണിതുയർത്തുവാൻ, തിരുസഭയുടെ മഹാജൂബിലിക്കായി സഭയെ ഒരുക്കുവാൻ ഇടവരുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ ഉദരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.